നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. തിങ്കളാഴ്ച എറണാകുളത്തെ ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു എൽദോസ് എന്ന യുവാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കോതമംഗലത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിൽ കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താൽ തുടരുന്നു. കുട്ടമ്പുഴയ്ക്കടുത്ത് ഉരുളന്തണ്ണി വലിയ ക്ണാച്ചേരിയിൽ കോടിയാട്ട് എൽദോസ് വർഗീസ് എന്ന 45-കാരൻ ആണ് തിങ്കളാഴ്ച രാത്രി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി 8:30-യോടെ KSRTC ബസ്സിലെത്തി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. വീട്ടിൽ നിന്നും കേവലം 1 കിലോമീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായത്. ഇതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനാണ് മൃതദേഹം കണ്ടതും നാട്ടുകാരെ അറിയിച്ചതും. ശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു. എൽദോസിനെ അടുത്തുള്ള മരത്തിൽ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ ഈ പ്രദേശമെല്ലാം സന്ധ്യയായാൽ ഇരുട്ടാണ്. ആന വഴിയിൽ പതുങ്ങി നിന്നാലും അറിയില്ല. ആനയുടെ സാമീപ്യം അറിയാതെ ചെന്ന എൽദോസിനെ ആന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഞാനെന്നെ മൃഗാണുകൾ ഞങ്ങൾ മൃഗങ്ങളെ കൊണ്ടായതുകൊണ്ട് അയാളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മൃഗങ്ങളായതുകൊണ്ട് എൽദോസിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിലൂടെയാണ് എൽദോസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഉരുളന്തണ്ണി ക്ണാച്ചേരിയിൽ എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം ഇന്നലെ തന്നെ നൽകിയിരുന്നു. മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ 6 മണിക്കൂറോളം നീണ്ട നാട്ടുകാരുടെ പ്രതിഷേധം പുലർച്ചെ കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. ആന വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജീവനെ ഓടത്തിപ്പെടാം. അത് കുഴപ്പമില്ല. ഫോറസ്റ്റ് സ്റ്റേഷന് ചുറ്റും ട്രെഞ്ച് ഉണ്ട്. അവർ അഞ്ചുകൂടിയിൽ ഒരു മരണം നടന്നതെന്ന് അവിടെ ട്രെഞ്ച് താത്താനോ ആ വീടിന് സംരക്ഷണം കൊടുക്കാൻ ഇന്നൊരു സാഹചര്യത്തില്ല. ഞങ്ങളുടെ ഈ ജീവിതങ്ങൾ സ്വത്തിന് എങ്ങനെ ആര് സംരക്ഷണം തരുന്നു? ആരുടെ അടുത്ത് ഞങ്ങൾ ചെല്ലണം? നിങ്ങൾ ആരോട് പറ. ഞാനായിരിക്കും ആറ് മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ ഇവിടെ
ഈ സ്ട്രീറ്റ് ലൈനിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് ആദ്യം അന്വേഷിക്കണം. അന്ന് സാറ് പറഞ്ഞ അവിടെ സംഘർഷം കൊടുക്കാൻ കുറിച്ച് അറിയാമോ? നിങ്ങൾ വന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറി. പ്രദേശത്ത് ട്രഞ്ച് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് കളക്ടർ അറിയിച്ചു. 27-ാം തീയതി കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും. ഉറപ്പുകൾ നൽകിയതിന് പിന്നാലെ കളക്ടർ NSK ഉമേഷ് കൈകൂപ്പി അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് എൽദോസിന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റാൻ നാട്ടുകാർ അനുവദിച്ചത്. കളക്ടർക്കും ജനപ്രതിനിധികൾക്കും നേരെ നാട്ടുകാർ ആദ്യം രോഷം പ്രകടിപ്പിച്ചു. ഇടയ്ക്ക് മൃതദേഹം മാറ്റാനുള്ള ശ്രമത്തെ തുടർന്ന് ചെറിയ രീതിയിൽ സംഘർഷാവസ്ഥയും ഉടലെടുത്തിരുന്നു. അവരങ്ങനെ പുറത്തേരങ്ങനെ പോയി കുട്ടമ്പുഴയിലും കോതമംഗലത്തും ഇന്ന് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച എറണാകുളത്ത് ജോലി കഴിഞ്ഞ് തിരികെ വരവെ ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു എൽദോസിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത്. അദ്ദേഹം മന്ത്രിയടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തിരിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. അവർക്കുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെയും ലഭ്യമായി പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വികാരം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളുടെ വേദന മനസ്സിലാക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ഇത്രയും ഇൻസെൻസിറ്റീവായി ഇത്രയേറെ സംഭവങ്ങൾ ഈ നാട്ടിൽ മാത്രം ഉണ്ടായിട്ട് ഈ നാടിനോട് ഇത്രയേറെ അവഗണനയും ഇത്രയേറെ ക്രൂരതയും കാണിക്കുന്ന ഈ സർക്കാരിനോട് ഈ സമയത്ത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതിൻ്റെ രാഷ്ട്രീയമില്ല, ഇതിൻ്റെ മറ്റ് താല്പര്യങ്ങളില്ല. ഈ നാടിൻ്റെ പ്രതിഷേധമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. മീഡിയ 60 കോതമംഗലം.